അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ നാക്കീന്ന് എന്നാണോ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നത് അന്നേ നമ്മൾ രക്ഷപ്പെടൂ. അത് തൊണ്ടയുടെ താഴേക്ക് ഇറക്കണം, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങണം. ആ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങിയവരാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്. പടച്ചവനെ, അവരൊക്കെ അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അള്ളാഹു ഇറങ്ങിയവരാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹു ഇറങ്ങിക്കഴിഞ്ഞാൽ, അള്ളാഹ് ഹൃദയത്തിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം മാറുമല്ലോ, പിന്നെ ജീവിതം മാറുമല്ലോ. അവരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവരെ കുറിച്ച് അല്ലാഹു പറയുകയാ, ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് ഇറങ്ങിയ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം. ഒന്നാമത് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞ അല്ലാഹുവിനെ അല്ലാതെ ഈ ലോകത്ത് ഒന്നിനെയും അവർക്ക് പേടിയില്ല. അല്ലാഹുവിനെ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂക്കിനെയും അവന് പേടിയില്ല. ഈ ലോകത്ത് അവൻ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹനെ മാത്രമേ ഭയപ്പെടൂ. ഒരു വല്ലാത്ത ഈമാനാണ്, ഒരു വല്ലാത്ത ധൈര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഒരുപാട് വർഷം വേണമെന്നില്ല, മിനിറ്റുകൾ മതി സഹോദരാ. നിനക്ക് ചരിത്രം വേണോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമും തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ പോകുകയാണ് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. ആരുടെ മുന്നിലേക്കാണ് കടന്നു പോകുന്നത്? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തില്. ഞാനാണ് അല്ലാഹുവെന്ന് പറഞ്ഞ് നടക്കുന്നവന് സാധാരണ ആളല്ല ഫിർഔൻ, സാധാരണ ആളല്ല ഫിർഔൻ. അവന്റെ പേര് കേൾക്കുമ്പോ എന്തു പറയണം? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണം? എടാ, അവന്റെ പേര് ഖാറൂൻ, നമ്രൂദ്, അബൂജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത്, ഇവന്റെ ഒന്നും പേര് കേൾക്കുമ്പോ ഒന്നും പറയാറില്ല. പക്ഷെ ഇവന്റെ പേര് പറയുമ്പോ പറയണം. അബൂജഹല്ലാര് ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോ എന്തു പറയണം? അവൻ അല്ലാഹു കൊടുത്തിരിക്കുന്ന പദവി അതാ. ഈമാൻ തരുമാറാകട്ടെ. സാധാരണ ആളല്ല അവൻ. അവനെ കുറിച്ച് നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. ശൈത്താനിനെക്കാളും വലിയ ശൈത്താൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അവൻ ആരാ? നമുക്കറിയൊരു കഥ പറഞ്ഞു തരട്ടെ. ശൈത്താനെക്കാളും വലിയ ശൈത്താനുള്ള കാലമാണ്. നമ്മൾ ചോദിക്കുമല്ലോ, ഈ റമളാൻ മാസത്തിൽ എല്ലാ ശൈത്താനെയും മലക്കുകൾ പിടിച്ചു കെട്ടൂലേ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ കെട്ടുവോ? റമളാൻ മാസത്തിന്റെ അന്ന് എല്ലാ ശൈത്താന്മാരെയും പിടിച്ചു ചങ്ങലക്കിടുവോ? ഇടുവോ? ഇല്ലേ? ഇടും. എന്നിട്ട് നോമ്പ് പിടിക്കാതെ വീടിയും വലിച്ചടക്കണ ആ കാക്കാടെ ശരീരത്ത് കൂടിയിരിക്കേണ്ട ശൈത്താൻ ഏതാ? റമളാൻ മാസത്തിൽ പോലും നന്നവാത്തിനില്ല. നിങ്ങൾ പഠിക്ക്. ചരിത്രം പറയുന്ന, നാളെ നരകത്തിന്റെ മുന്നിൽ വെച്ച് ഇബ്ലീസ് ഒരു പ്രസംഗം നടത്തും. ഇബ്ലീസ് ഒരു വലിയ പ്രസംഗം നടത്തുന്ന അവസാനം ഇങ്ങനെ ഇരുന്നിട്ട് അവൻ പറയും, അളിയനൊക്കെ കയറിക്കോ, എല്ലാം കയറിക്കോ, ഞാൻ പുറകെ വരാം, കേരളിയ എല്ലാത്തിനെയും കയറ്റുക, നരകത്തിലോട്ട് കയറ്റിവിടും. ഇങ്ങനെ അപ്പൊ ഇവങ്ങനെ ഇരിക്കുമ്പോ ഫിർഔൻ നടന്നു വരുന്നു. ഓനിങ്ങനെ നടന്നു വരുമ്പോ, അടുത്തു വരുമ്പോ ഇരിക്കണ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമെന്നാണ്. ഇരിക്കണ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഫിറഔൻ ചോദിക്കും, എന്തുവാടാ നീ എന്നെ കളിയാക്കുന്നോ? നീ എന്നെ കളിയാക്കുന്നോടാ? നീ ഒറ്റ ഒരുത്തനാടാ എന്നെ പിഴപ്പിച്ച, എന്നിട്ട് നീ എന്നെ കണ്ടപ്പോ എഴുന്നേക്കുന്നോ? അപ്പൊ ശൈത്താൻ പറയും, അളിയ നീ സാധാരണ ആളല്ല, നിന്നെ കണ്ട എഴുന്നേക്കണം. അപ്പൊ ചോദിക്കും എന്തേന്ന്? അപ്പൊ ഇബ്ലീസ് പറയും, ഈ നരകത്തിൽ കിടക്കുന്ന ആൾക്കാരെ മുഴുവനും പിഴപ്പിച്ചത് ഞാനാ, നിന്നെയും പിഴപ്പിച്ചത് ഞാൻ തന്നെയാ, നിങ്ങളെല്ലാവരെയും പഴപ്പിച്ചത് ഞാനാ. പക്ഷെ നീ സാധാരണ ആളല്ല, നിനക്ക് പ്രത്യേക പരിഗണനയാ. കാരണം ഇത്രയും പേരെ പിഴപ്പിച്ച ഇബ്ലീസ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാൻ അള്ളയാണെന്ന്. പറഞ്ഞിട്ടുണ്ടോ? ഇബ്ലീസ് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അള്ളയാണെന്ന്. കാരണം അവൻ അള്ള ആരാണെന്ന് നല്ലതുപോലെ അറിയാം. ഇബ്ലീസ് ആരോടും ഞാൻ അള്ളയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആര് പറഞ്ഞു? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് ആര് പറഞ്ഞു? ഫിർഔൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ഏതാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് മൂസാ നബിയും ഹാറൂൻ നബിയും അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പോകുകയാണ്.
അള്ളാഹുവിനെ കുറിച്ച് പറയാൻ കടന്നു ചെന്നു. മൂസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞു ഫിർഔനിനോട് പറഞ്ഞു, നീയല്ല റബ്ബ്, നീയല്ലാത്ത ഒരു റബ്ബുണ്ട്, ഞാൻ ആ റബ്ബിന്റെ പ്രവാചകനാണ്. മൂസാ നബി അലൈഹിസ്സലാം തെളിവ് കാണിച്ചു കൊടുത്തു, തന്റെ പ്രകാശിക്കുന്ന വിരല് കാണിച്ചു കൊടുത്തു, കയ്യിലിരുന്ന കമ്പെടുത്ത് താഴെയിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു. ഫിർഔൻ പറഞ്ഞു, ഇതൊക്കെ മാജിക്കാടാ മൂസാ, ഇതൊക്കെ മന്ത്രവാദമാണ്, മായാജാലമാണ്, എന്റെ അടുക്കലുമുണ്ട്, ഇതിനെക്കാളും വലിയത് പ്രവർത്തിക്കുന്നവർ എന്റെ അടുക്കലുമുണ്ട്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വാടാ മൂസാ. അല്ലാഹുവിന്റെ ഖുർആൻ ഇത് വിവരിക്കുന്നുണ്ട്. മൂസാ നബിയോട് പറഞ്ഞു, ഞാനൊരു സ്ഥലം പറയാ, ഞാൻ എന്റെ ആൾക്കാരെ വിളിച്ചു കൂട്ടാം, നീയും വാടാ മൂസാ, നമുക്ക് പരസ്പരം മത്സരിക്കാം മൂസാ, പേടിച്ചു ഓടല്ലേ മൂസാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടുന്ന് ഫിർഔന് പറയുകയാണ്. അവസാനം പറഞ്ഞ ദിവസം എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടി. ഫിർഔനിന്റെ അനുയായികൾ മുഴുവനും ഒരുമിച്ചുകൂടി. ഫിർഔനിന്റെ കൂടെയുള്ളവർ തന്റെ കയ്യിലിരുന്ന കമ്പും വള്ളിയും താഴെയിട്ട് പാമ്പുകളാക്കി. പടച്ചവനെ അവസാനം മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന കമ്പ് താഴേക്കിടുമ്പോ ഒരു വലിയ പാമ്പാവുകയാണ്. ആ പാമ്പ് മുഴുവനും പാമ്പുകളെയും പിടിച്ചു തിന്നുകയാ. ഇത് കണ്ടപ്പോ സാക്ഷാൽ ഫിർഔനിന്റെ കൂടെ നിന്നവരുണ്ടല്ലോ, അവർക്ക് സത്യം മനസ്സിലായി. ഫിർഔനിന്റെ കൂടെ നിന്നവർക്ക് സത്യം മനസ്സിലായി. അവര് പറഞ്ഞു, റബ്ബി മൂസാ വ ഹാറൂൻ. അവര് പറഞ്ഞു, ഞങ്ങളെ മൂസയുടെ റബ്ബിൽ വിശ്വസിക്കുകയാണ്, ഞങ്ങളെ മൂസയുടെ റബ്ബിൽ വിശ്വസിക്കുകയാണ്. ഫിർഔനിന്റെ കാൽച്ചുവട്ടിൽ നിന്നവരാണ്, അവരാണ് മൂസാ നബിയുടെ കൂടെ കൂടുന്നത്, അവരാണ് മുസ്ലിമീങ്ങളായത്. അപ്പോഴാണ് ഫിർഔൻ പറഞ്ഞു, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല, നിങ്ങളൊക്കെ ഒരു ടീമാണ്, നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ. നിന്നെയൊക്കെ ഈന്തപ്പന മരത്തിൽ കെട്ടിയിട്ട്, നിന്നെയൊക്കെ ഞാൻ കയ്യും കാലും വെട്ടിയിട്ട് കൊന്നുകളയുമടാ. പടച്ചവനെ, ഫിർഔൻ അവിടുന്ന് അവരോട് പറയുമ്പോ, മുസ്ലിമായിട്ട് 10 മിനിറ്റ് ഫിർഔനിന്റെ കൂടെ നിന്നവരാണ്. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ല കേറിയപ്പോ അവര് പറഞ്ഞ മറുപടി, മൂസാ നബിയുടെ കൂടെ കൂടിയവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ ഞങ്ങളെ കൂടിപ്പോയാ കൊല്ലുമായിരിക്കും, കൂടിപ്പോയാ നീ ഞങ്ങളെ കൊല്ലും, എടാ നീ ഞങ്ങളെ കൊന്നുകളയും. പക്ഷേ ഈ ദുനിയാവിൽ വെച്ചല്ലേ നിനക്കിത് ചെയ്യാൻ പറ്റൂ. പടച്ചവനെ, ആഖിറത്തിൽ വെച്ച് നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാഹുവേ, ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പടച്ചവനെ, മുസ്ലിമായിട്ട് മിനിറ്റുകൾ മാത്രമുള്ളവരാ പറഞ്ഞത്. അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ പേടി നഷ്ടപ്പെടുമല്ലോ, ഭയം നഷ്ടപ്പെടുമല്ലോ, ഏത് കൊലകുമ്പനും തോറ്റുപോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ചരിത്രം അറിയാത്ത ആരാവുള്ളത്? വല്ലാത്ത ക്രൂരനായിരുന്നല്ലോ. ഉമറിനെ പേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉമറിനെ എല്ലാവർക്കും പേടിയാണ്. ചരിത്രം പറയുന്നു, ഉറങ്ങാത്ത മക്കളോട്, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളോട് ഉമ്മമാര് പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. ഉമറിന്റെ പേര് കേൾക്കുമ്പോഴേ കുട്ടികൾ ഭക്ഷണം കഴിക്കുമായിരുന്നു. അവര് പേടിപ്പിച്ചിരുന്നത് ഖത്താബിന്റെ മകൻ ഉമറിന്റെ പേര് പറഞ്ഞിട്ടാ. ഉമർ അത്രയും ധൈര്യശാലിയാണ്. പടച്ചവനെ, ഈ ലോകത്ത് ആരെങ്കിലും നടന്നു വരുന്ന വഴിയിലൂടെ, ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസിന് പോലും നടക്കാൻ പേടിയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ആ സാക്ഷാൽ ഇബ്ലീസ് ഉണ്ടല്ലോ. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബിനെ ഇബ്ലീസിന് പോലും പേടിയാ. ആ ഉമർ അത്രയും വലിയ ധൈര്യശാലിയാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ വരുന്ന വഴിയിലാണ്. അവിടെന്ന് പറഞ്ഞു, ഉമറേ, മുഹമ്മദിനെ കൊല്ലുന്നതിന് മുമ്പ് നീ ആദ്യം നിന്റെ പെങ്ങളെ നന്നാക്കടാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ സഹോദരിയുടെ വീടിനകത്തേക്ക് കടന്നു ചെന്നു. പടച്ചവനെ,
അവസാനം തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വളരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയാണ്. ചരിത്രം കേട്ടവരാണല്ലോ, ചരിത്രം പഠിച്ചവരാണല്ലോ. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഊരി പിടിച്ച വാളുമായി ഖത്താബിന്റെ മകൻ ഉമർ കടന്നു വരുമ്പോ സ്വഹാബികളുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. പടച്ചവനെ അവര് ഭയന്നു പോയി. ഖത്താബിന്റെ മകൻ ഉമറാണ് വരുന്നത്. ആ ഉമറിങ്ങനെ കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖത്താബിന്റെ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരി പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ സ്വഹാബികൾ പലരും പേടിച്ചിരിക്കുകയാണ്. സ്വഹാബികൾ പലരും എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ചിരിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനെ തടയുകയാ. എന്നിട്ട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ നിനക്ക് ഇതിനകത്ത് കയറിയിട്ട് ജീവനോടെ തിരിച്ചു പോകാം. ഖത്താബിന്റെ മകനോട് പറയുകയാണ്, നീ മുസ്ലിമാകാൻ വന്നതാണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് മുസ്ലിമായിട്ട് നീ ജീവനോടെ ഇവിടന്ന് പോകും. അല്ലാതെ അല്ലാഹുവിന്റെ റസൂലിനെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണെങ്കിൽ നീ ജീവനോടെ ഇതിനകത്ത് നിന്ന് തിരിച്ചു പോകൂല. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ പറയുന്നതെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാരും പേടിച്ചു നിൽക്കുമ്പോ ഹംസ റളിയല്ലാഹു തആല അൻഹു ധൈര്യത്തിൽ പറഞ്ഞു, നീ ജീവനോടെ ഇവിടുന്ന് പോകൂല. മുസ്ലിം ആകാൻ വന്നതാണെങ്കിൽ കേറിക്കോ, മുസ്ലിം ആയിക്കോ. മുത്തി നബി എന്തെങ്കിലും ചെയ്താ നീ ജീവനോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല. അതൊരു ധൈര്യമാണ്, അതൊരു ഈമാനാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ധൈര്യം കയറി കഴിഞ്ഞാ നമ്മളിപ്പോ എന്താ പറയണെന്നറിയോ? ഇപ്പൊ കേരള മുസ്ലിമീങ്ങൾ പറയുന്നത്, ഉസ്താദേ, കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളിലും ജയിച്ച് കയറിക്കൊണ്ടിരിക്കുകയാ. പൗരത്വ ബില്ല് വരുന്നു, ഏക സിവിൽ കോഡ് വരുന്നു, ഫർദ, ഹിജാബ്, ഹലാല്, ഹറാമ് എല്ലാം പോകുന്നു. ഉസ്താദെ, നമ്മളൊക്കെ എന്ത് ചെയ്യും ഉസ്താദെ? ഈ ജാഗയും വീടും പറമ്പും സ്വത്തൊക്കെ കളഞ്ഞിട്ട് പോകണമല്ലോ. നമ്മുടെ പേടി അതാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ പേടി എന്താ? ഇതൊക്കെ വിട്ടിട്ട് പോകണം.